ചെയ്യുകയായിരുന്നു. ശ്യാം, തുടർ നിയമ നടപടികൾ എന്താണ് എന്നതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? സിദ്ദിഖിന്റെ അഭിഭാഷകരും മറ്റുമായി സംസാരിക്കാൻ കഴിഞ്ഞോ? സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകും എന്നുറപ്പാണ്. പക്ഷേ ഇന്നത്തെ ഹൈക്കോടതിയുടെ വിധിന്യായം കൃത്യമായി വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും സുപ്രീം കോടതിയിൽ നിന്നും ആശാവഹമായ എന്തെങ്കിലും സിദ്ദിഖിന് അനുകൂലമായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയോ. കാരണം പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട്, ജാമ്യം നൽകേണ്ട യാതൊരു കാര്യവുമില്ല, ബലാത്സംഗ കേസാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതിയുടെ വിധി പ്രസ്താവത്തിൽ കൃത്യമായി തന്നെ പറയുന്നത്. അങ്ങനെ തന്നെയാണ് സിദ്ദീഖിനെതിരെ കടുത്ത വിമർശനങ്ങളാണ്, രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സിദ്ദീഖിനെ സംബന്ധിച്ച് ഇത് കനത്ത തിരിച്ചടിയാണ്. എന്തെങ്കിലും ആ വിധിയിൽ എന്തെങ്കിലും ഒരു പിഴവുണ്ടായിരുന്നുവെങ്കിൽ ആ പിഴവ് ഉയർത്തി സുപ്രീം കോടതിയെ സമീപിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു പിഴവുകളുള്ള ഒരു വിധിന്യായമല്ല ഹൈക്കോടതിയിൽ നിന്ന് വന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിയമവൃത്തങ്ങളിൽ നിന്നും അങ്ങനെ തന്നെയാണ്. അതൊരു ശക്തമായ ഒരു നല്ല വിധിന്യായം എന്ന രീതിയിലാണ് കണക്കാക്കുന്നത്. മാത്രമല്ല ഇതിൽ കാര്യകാരണ സഹിതം വ്യക്തമാക്കിയിട്ടുമുണ്ട് ഏതെല്ലാം കാരണങ്ങളാൽ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യണം എന്നത്. സിദ്ദീഖിൻ്റെ വൈദ്യപരിശോധന നടത്തണം, ലൈംഗിക ക്ഷമത പരിശോധന നടത്തണം എന്നതാണ് അതിലേറ്റവും പ്രധാനം. സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഒപ്പം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും കൂടി ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. സിദ്ദീഖിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൻ്റെ നിരീക്ഷണമുണ്ട്. ഇത്തരം നിരീക്ഷണങ്ങളെല്ലാം നിലനിൽക്കെയാണ് സിദ്ദീഖിന് മുന്നിലുള്ള രണ്ട് വഴികൾ. ഒന്നുകിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ അന്വേഷണ സംഘം സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്തേക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് നിയമപരമായി സിദ്ദീഖിന് മുന്നിലുള്ള വഴി സുപ്രീം കോടതിയെ സമീപിക്കുക എന്നതാണ്. അങ്ങനെ സിദ്ദീഖ് സുപ്രീം കോടതിയെ സമീപിക്കുമോ എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഈ നിലവിലെ അവസ്ഥ അനുസരിച്ച് സിദ്ദീഖ് സുപ്രീം കോടതിയെ സമീപിച്ചാൽ തന്നെ ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഒക്കെ ആയിരിക്കാം അത് ഈ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരിക, ഈ വിഷയം ജാമ്യാപേക്ഷ പരിഗണനയിലേക്ക് വരിക. അങ്ങനെ വന്നാൽ തന്നെ അതിൽ സുപ്രീം കോടതി അതിന്മേൽ എന്ത് നിലപാട് സ്വീകരിക്കും, തുടക്കത്തിൽ തന്നെ അറസ്റ്റ് തടയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. മാത്രമല്ല സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കാനിരിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലുമൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും സിദ്ദീഖിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണെന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. അതിന് വിധിന്യായവും അങ്ങേറ്റം വിമർശിക്കുന്ന രീതിയിലാണ്. സിദ്ദീഖിനെ വിമർശനത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നതാണ് ഈ വിധിന്യായം എന്നതുകൊണ്ട് തന്നെ സിദ്ദീഖിനെ സംബന്ധിച്ച് അതൊരു കനത്ത തിരിച്ചടിയാണ്. സിദ്ദീഖിനെ സംബന്ധിച്ച് നിയമത്തിന് മുന്നിലുള്ള ഏക പോംവഴി സുപ്രീം കോടതിയെ സമീപിക്കുക എന്നത് തന്നെയാണ്. ശരി, ഏതായാലും സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സിദ്ദിഖ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ശ്യാം ദേവരാജ്, ഈ വിധി പ്രസ്താവത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ, അതായത് സിദ്ദിഖ് ഉയർത്തിയ വാദങ്ങളുണ്ട്, പരാതിക്കാരിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്, ഈ പരാതി നൽകുന്നതിലുണ്ടായ ഒരു കാലതാമസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒപ്പം ഇതിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവർ വിശ്വാസ്യതയില്ല ഇവരുടെ മൊഴികളിൽ അല്ലെങ്കിൽ പരാതിയിൽ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സിദ്ദിഖ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ ഇതെല്ലാം പൂർണ്ണമായി തള്ളുകയാണ്. പരാതിക്കാരിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൻ കഴിയില്ല, കാലതാമസം ഉണ്ടായി എന്നതുകൊണ്ട് പരാതിയുടെ ഗൗരവം ഇല്ലാതാകുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ കൂടി കോടതി വ്യക്തമാക്കുന്നുണ്ടല്ലേ? വിനിത വേണു, അങ്ങനെ തന്നെയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ. സുപ്രീം കോടതി കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് മാത്രം പുറപ്പെടുവിച്ച ഒരു മാർഗനിർദ്ദേശമുണ്ട്. അതായത് ഒരു ബലാത്സംഗ കേസിലോ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമ കേസിലോ ഇരയായിട്ടുള്ള ഒരു പരാതിക്കാരി, അതിജീവിത, അവർ മാസങ്ങൾക്ക് ശേഷമായിരിക്കാം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ഒരു പരാതി നൽകുന്നത്. അങ്ങനെ ഒരു മാസങ്ങൾക്ക് ശേഷമോ വർഷങ്ങൾക്ക് ശേഷമോ ആണ് പരാതി നൽകുന്നത് എന്നതുകൊണ്ട് മാത്രം ആ പരാതി പരിഗണിക്കാതിരിക്കാനാവില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്.